ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട്ടെ കാരപ്പറമ്പിൽ ഒരു അടിപൊളി കേക്ക് ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് റെസ്റ്റോ. കണ്ടിട്ട് ഒരു കേക്ക് ഷോപ്പ് പോലെയല്ല തോന്നുന്നത്, ശരിക്കും ഒരു ഫെയറി ലാൻഡിൽ വന്ന ഒരു പ്രതീതിയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആണ് ഈ ടവർ ബർഗേഴ്സ്, അതേപോലെ പലതരം കേക്കുകളുണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്, പലതരം ബ്രെഡുകളുണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ് ഇവരുണ്ടാക്കുന്നത്. ഇവരുടെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ബുട്ടീക്കിന്റെ ലുക്കാണ്. അതായത് കുറെ ഫോറിൻ ചോക്ലേറ്റ്സിന്റെയും കാൻഡീസിന്റെയും ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കാൻഡീസ്. പിന്നെ ഇവിടെ ഇരിക്കാൻ ഉള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇവരുടെ കേക്ക്സ് പ്രസന്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈല് അത് വളരെ അട്രാക്റ്റീവ് ആണ്. ശരിക്കും ഒരു റൊട്ടേറ്റിംഗ് ഡിസ്പ്ലേ ആണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല ഒരു ഫീലാണ് കാണുമ്പോൾ. പലതരം കേക്ക്സ്, പിന്നെ ഇതാണ് ഇവരുടെ വെൽക്കം ഡ്രിങ്ക്. അങ്ങനെ കേക്ക്സ്, പലതരം കേക്ക്സ് കാണാം. അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇതൊക്കെ കണ്ടാൽ വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് കേക്ക്സ് ആണെന്ന്, പക്ഷേ ഇതിന്റെ മേക്കിംഗ് കണ്ടാൽ തോന്നും എന്തൊരു സിമ്പിൾ ആൻഡ് ഡെഡിക്കേറ്റഡ് വേയിലാണ് അവർ ഈ കേക്ക് ഉണ്ടാക്കി വെക്കുന്നതെന്ന്. നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇതാണ് ഇവർ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സെഷൻ. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ആവശ്യമുള്ള ഫ്ലേവേർഡ് ബ്രെഡ്സിന്റെ ഇടയിൽ ഫ്രഷ് ക്രീം ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഈ റൊട്ടേറ്റിംഗ് കേക്ക് ടേബിൾമേ വെച്ച് അത് ഷേപ്പ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഇത്രയുള്ളൂ അതിന്റെ കാര്യം. പക്ഷെ ആ ഫൈനൽ സ്റ്റേജസിൽ വരുമ്പോഴാണ് അതിന്റെ ആ ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുക. ശരിക്കും നല്ലൊരു ലുക്കിലായിട്ടാവും ലാസ്റ്റ് കേക്ക് നമുക്ക് മുമ്പിൽ വരുന്നത്. ഇത് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് വാൻജോ കേക്കാണ്. അതിന്റെ ക്രീമാണ് ഇപ്പം മുകളിൽ ഒഴിച്ചിരിക്കുന്നത്. അത് ആ ടേബിളിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തവരെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റ് ഒരു ഗ്ലേസിംഗ് ലുക്ക് വരും. പിന്നെ അതിന്റെ മുകളിൽ ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും ഒരു ഡെഡിക്കേറ്റഡ് ക്രാഫ്റ്റ്സ്മാന്റെ ആ ഒരു ലുക്കും ആ ഒരു ഡെഡിക്കേഷനാണ് നമ്മൾ കാണുന്നത്. കേക്ക് ഓൾമോസ്റ്റ് റെഡി. ഇനി അതിന്റെ മുകളിൽ കുറച്ച് ഫ്ലേക്സും ചോക്ലേറ്റ് ഫ്ലേക്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ശരിക്കും ഒരു അടിപൊളി ക്രാഫ്റ്റ് തന്നെയാണ് ഈ കേക്ക് മേക്കിംഗ്. എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയാം, കാരണം എൻ്റെ സിസ്റ്റർ ഈ ഫീൽഡിലാണ്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട് കേക്കുകളെല്ലാം. ഇത് കൂടാതെ ഇവർക്ക് പലതരം പേസ്ട്രീസ് ഉണ്ട്, അതേപോലെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന പലതരം ബ്രെഡുകളുണ്ട്. വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് വേറൊരു സർപ്രൈസിങ് ഫാക്ട്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് വളരെ ഒരു അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. കൊള്ളാം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇവരുടെ എല്ലാ പേസ്ട്രീസും. ശരിക്കും ആ ഡിസ്പ്ലേ തന്നെ കണ്ടാൽ വളരെ ഒരു പ്ലീസിങ് ലുക്കാണ്. പിന്നെ ഇവർക്ക് പലതരം ഡോണറ്റ്സ് ഉണ്ട്, മാക്രോൺസ് ഉണ്ട്. എല്ലാം വളരെ അഫോർഡബിൾ റേറ്റ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ബ്രൗണി ഉണ്ട്, അതേപോലെ മഫിൻസ് ഉണ്ട്, പല ഫ്ലേവേർഡ് മഫിൻസ് ഉണ്ട്. ഇതെല്ലാം ഇവരുടെ ബേക്ക് ഹൗസിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ശരിക്കും ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവര്. പിന്നെ ഇത് ഡമ്മി ബ്രെഡ്സ് ആണ്. കണ്ടാൽ ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നും. അതായത് അതിലേത് ബ്രെഡ് കാണിച്ചു കൊടുത്താലും അവരപ്പം തന്നെ അതേ സ്റ്റൈലിൽ ഒറിജിനൽ ബ്രെഡ് ഉണ്ടാക്കി തരും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അത് പല കളേർഡ് പല ഫ്ലേവേർഡ് ബ്രെഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് അവരപ്പം തന്നെ ഓർഡർ അനുസരിച്ച് ചെയ്തു തരുന്നതാണ്. പിന്നെ ഇതാണ് ഇവരുടെ പേസ്ട്രീസ്. പലതരം സൈസസിലും ഫ്ലേവേഴ്സിലുമുള്ള പേസ്ട്രീസ് ആണ്. ഇതുകൂടാതെ ഇതിന്റെ കേക്ക്സ് ഉണ്ട്, പിന്നെ കുറെ ടാർട്ട്സ് ഉണ്ട്, ചീസ് കേക്ക്സ് ഉണ്ട്, പിന്നെ പലതരം ക്രൊസോൺസ് ഉണ്ട്, പ്ലെയിൻ ക്രൊസോൺസ് ഉണ്ട്, ചീസ് ക്രൊസോൺസ് ഉണ്ട്, ആൽമണ്ട് ക്രൊസോൺസ് ഉണ്ട്, ചോക്ലേറ്റ് ക്രൊസോൺസ് ഉണ്ട്, പിന്നെ പലതരം പഫ് പേസ്ട്രീസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സിന്റെ ഒരു സെക്ഷനാണ്. അതിന് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ വന്നാൽ വളരെ എൻജോയബിൾ മൊമെന്റ് തന്നെയായിരിക്കും, കാരണം എല്ലാതരം ചോക്ലേറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്.
പിന്നെ ഇത് കൂടാതെ പലതരം സെലിബ്രേഷൻസിന് ഉപയോഗിക്കുന്ന പലതരം ആക്സസറീസ് ഉണ്ട്. സ്റ്റിക്കേഴ്സ്, ഹാറ്റ്സ്, കാൻഡിൽസ് എല്ലാം ഉണ്ട്. ഐസ്ക്രീംസ് ഉണ്ട്. പിന്നെ മുകളിൽ ഇവർക്ക് സ്പെഷ്യൽ ഒരു റെസ്റ്റോ കഫേ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് കയറി നോക്കാം. മുകളിൽ എത്തിയപ്പോൾ വളരെ ഒരു ഡിഫറെന്റ് ആംബിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ നല്ല അട്രാക്റ്റീവ് ആംബിയൻസ്, അതായത് ഒരു വാട്ടർ കാസ്കേഡിങ് ആയിട്ടുള്ളൊരു വോളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു എഫക്റ്റ് തന്നെയാണ്. ഇവിടെയും അത്യാവശ്യത്തിനുള്ള ഒരു ലിമിറ്റഡ് സീറ്റ്സും ഉണ്ട്. ഇവിടെ വന്ന് കഴിച്ച് ആസ്വദിക്കാനുള്ള നല്ല പ്ലഷ് സീറ്റ്സ് ആണ്. ശരിക്കും ഒരു എക്സ്ക്യൂസിറ്റ് ലുക്കുണ്ട്. നല്ല അത്യാവശ്യത്തിനുള്ള ക്രൗഡും ഉണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ മെനു. നല്ല ഹൈഫൈ മെനു തന്നെയാണ്. ഇവിടെയും നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഒരു പിസ്ത ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ 2-3 ഐറ്റം ഓർഡർ ചെയ്തു. അതിൽ 2 ഇവരുടെ തന്നെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ആദ്യം വന്നത് ഇവരുടെ പേസ്ട്രി ആണ്. നമുക്കെല്ലാം അറിയാവുന്ന ട്രസ്ലഷെ കേക്കാണ് ഈ കാണുന്നത്. അതിവിടെ ഇവര് ലീഷെ കേക്ക് പേസ്ട്രി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കണ്ടിട്ട് ഒരു പെർഫെക്റ്റ് ട്രസ്ലച്ചസ് കേക്ക് പോലെ തന്നെയാണ് തോന്നുന്നത്. അതായത് ഒരു മിൽക്ക് സോക്ട് കേക്ക്. 3 തരം മിൽക്കാണ് ഇതിലുള്ളത്. ഇവാപറേറ്റഡ് മിൽക്കുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കുണ്ട്, പിന്നെ ഫ്രഷ് ക്രീമും ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാവ്, സൂപ്പർ. നല്ല ഹൈ ക്വാളിറ്റി ട്രസ്ലച്ചസ് കേക്ക് പേസ്ട്രി ആണിത്. മസ്റ്റ് ട്രൈ തന്നെയാണ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം, ഗോൾഡ് ലീഫ് ബർഗർ. കുറെ നാളായി വിചാരിക്കുന്നു ഗോൾഡ് ലീഫ് ഇട്ടിട്ടുള്ള ഒരു ബർഗർ കഴിക്കണമെന്ന്. പലയിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇവിടെയാണ് ആദ്യം ട്രൈ ചെയ്യാൻ സാധിച്ചത്. സംഭവം തന്നെയാണ്. അതായത് ഗോൾഡ് ലീവ്സ് ആണ് ഈ കാണുന്നത്. ഗോൾഡ് ഭക്ഷണത്തിൽ, അതായത് മെയിനായിട്ട് ബർഗറിൽ യൂസ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ഒരു ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പ്രസന്റേഷൻ ആണ്. ഒറിജിനൽ പാറ്റി ആണ്. 2 ലെയർ പാറ്റി ഉണ്ട്. അതിന്റെ കൂടെ ചീസിന്റെ 2 സ്ലൈസ്, ടൊമാറ്റോസ്, ലെറ്റ്യൂസ് എല്ലാം. ബണ്ണിന്റെ ക്വാളിറ്റി ആണെങ്കിൽ സൂപ്പർ ക്വാളിറ്റി, ബ്രേക്ക് ആവുന്നേ ഇല്ല. നമുക്ക് ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ശരിക്കും ഒരു ടെംപ്റ്റിംഗ് ബർഗർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കോക്ടെയിൽ സോസിന്റെ ഒരു ഡിപ്പും ഉണ്ട്. വാവ്, നല്ല ജ്യൂസി ബർഗർ. ശരിക്കും നല്ല ടേസ്റ്റി ബർഗർ. നല്ല ഓത്തന്റിക് പാറ്റീസ്, നല്ല ചീസ്, ബണ്ണിന്റെ ക്വാളിറ്റിയും കൊള്ളാം. ഇനി സ്വർണം കഴിച്ചില്ല എന്ന് ആരും പറയണ്ട. അങ്ങനെ ഫൈനലി ഓർഡർ ചെയ്തതാണ് ഇവരുടെ മിനി ഹെൽത്തി ടവർ ബർഗർ. കണ്ടാൽ തന്നെ എന്താ രസം. പല കളറിലുള്ള ബൺ ആയിട്ടുള്ള ബർഗേഴ്സ് ആണ് ഈ കാണുന്നത്. ഇത് ശരിക്കും സ്ലൈഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ബർഗേഴ്സ് ആണ്. 5 ഡിഫറെന്റ് പാറ്റീസ് ഉള്ള ബർഗർ. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലെയിം ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഇതിനാണ് എല്ലാവരും ഈ തീ പാറുന്ന ബർഗർ എന്ന് പറയുന്നത്. നമുക്കിനി ഇതിന്റെ ഓരോ പാറ്റീസ് എന്താണെന്ന് നോക്കാം. അതുപോലെ ഈ കളർ എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതാണ് എഗ് ബർഗർ. ഇതിൽ ചീസും എഗ്ഗും പിന്നെ ഇവരുടെ ഇൻഹൗസ് സോസസും. പിന്നെ ആ ബണ്ണിന്റെ കളർ വരുന്നത് ബീട്രൂട്ട് അരച്ചതിന്റെ കളറാണ്. കൊള്ളാം, നല്ലൊരു എഗ് ബർഗർ ആണ്. ഓംലെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ചാർക്കോൾ കളർഡ് ബണ്ണാണ്. അതിൻ്റെ ഉള്ളിൽ ഉള്ളത് ബീഫ് പാറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. വാവ്, അടിപൊളി ബീഫ് ബർഗർ ആണ്. ഒരു മിനി ബർഗർ. സെയിം ഇൻഹൗസ് സോസസും വെജിറ്റബിൾസും ആണ്. പിന്നെ ഇത് ക്യാരറ്റ് അരച്ചിട്ടുള്ള കളറോടുള്ള ബണ്ണാണ്. ഇതിൽ വെച്ചിട്ടുള്ളത് സിംഗർ ചിക്കൻ ആണ്. ഇതും കൊള്ളാം, നല്ല അടിപൊളി ബർഗർ. ശരിക്കും നല്ല പാറ്റി തന്നെയാണ്. പിന്നെ ഈ കാണുന്നത് ഗ്രീൻ കളർ സ്പിനാച്ച് അരച്ച് ചേർത്തതിൻ്റെ കളറാണെന്നാണ് പറഞ്ഞത്. ഇതിൽ വരുന്നത് ചിക്കൻ പാറ്റിയാണ്, സാദാ പാറ്റി. അങ്ങനെ ലാസ്റ്റ് വരുന്നത് നോർമൽ ബണ്ണിൽ പനീർ പാറ്റി ആണെന്നാണ് പറഞ്ഞത്. നമുക്കൊരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, പനീർ പാറ്റി തന്നെയാണ്. നല്ല ബ്രെഡഡ് പനീർ പാറ്റി. ഇതിൻ്റെ കൂടെ ഫ്രൈസും 3 തരം ഡിപ്സും ഉണ്ട്. ഈ ഒരു ഐറ്റം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇവിടെ വന്ന
ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം. അങ്ങനെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി കൊള്ളാം, ഇവരുടെ ആംബിയൻസ് കൊള്ളാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ ഇവിടെ പോകുമ്പോൾ ഇത് കേക്ക് സ്റ്റുഡിയോ അല്ല, പകരം സെലിബ്രേ ആണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കഴിച്ച് ആസ്വദിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നിങ്ങളുടെ സെലിബ്രേഷൻ എല്ലാം സെലിബ്രയിൽ തന്നെ ആവട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.